പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ കാര്യം എന്താന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ. നിങ്ങളോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. കാരണം നിങ്ങളാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തവർ. നിങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഒരു മോണിറ്റൈസ് ആയ ചാനൽ വീഡിയോ ചെയ്യണമെന്നും എനിക്കൊരു യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആകണം എന്നൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ എന്നാ കഴിയുന്നത് പോലെ ശ്രമിച്ചിട്ടുണ്ട്. സമയക്കുറവുകളും അതുപോലെ തന്നെ പല പല പരിമിതികളും ഉണ്ട്. എന്നാൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 2024 ഡിസംബർ 30 തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. പക്ഷെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി കുറച്ച് താമസം എടുത്തു. കാരണം എനിക്ക് തന്നെ സംശയമായിരുന്നു. കാരണം എനിക്ക് ഈ മോണിറ്റൈസേഷനും കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയില്ല. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വലിയൊരു യൂട്യൂബറോ അങ്ങനെയൊന്നും ആയില്ല. എന്നാൽ പോലും ഇപ്പം ഈ വർഷം അല്ലെങ്കിൽ 2025 ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ തുടങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം എങ്ങനെ തുടങ്ങുമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചിലപ്പം ശ്രദ്ധിക്കണം എന്നറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള പകച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാരില്ല, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരില്ലേ. ഇപ്പം നമ്മൾ മോണിറ്റൈസ് ആകാൻ വേണ്ടി മണിക്കൂറും അതുപോലെ തന്നെ വ്യൂവേഴ്സും ഒന്നും എത്താത്തവരും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് അങ്ങ് ഇൻട്രൊഡക്ഷൻ വലിച്ചു നിൽക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. യൂട്യൂബ് നമ്മൾ മോണിറ്റൈസ് ആകണമെങ്കിൽ അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ട്, ഫുൾ മോണിറ്റൈസേഷൻ ഉണ്ട്. ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ 3000 മണിക്കൂറും വേണം, അതുപോലെ തന്നെ 3 മില്യൺ ഷോർട്ട് വ്യൂസും വേണം. ഒന്നെങ്കിൽ അതുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ മോണിറ്റൈസേഷൻ ആണെങ്കിൽ നമുക്ക് 4000 മണിക്കൂറും വേണം, 10 മില്യൺ ഷോർട്ട് വ്യൂസും വേണം. ഇതിലേതെങ്കിലും ഒരു ക്രൈറ്റീരിയ നമ്മൾ പൂർണ്ണമാക്കിയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത് ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ ആട്ടോ ആയത്. അതായത് ഡിസംബർ 30 എനിക്കിങ്ങനെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിങ്ങനെ വന്നു. എൻ്റെ 3000 അവേഴ്സും അതുപോലെ തന്നെ 3000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയി. 500 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അന്നേരം ആയത്. 500 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയപ്പോഴത്തേനും ഇങ്ങനെ അപ്ലൈ നൗ എന്ന് പറഞ്ഞു വന്നു. ഞാൻ ഓർത്തു ഇങ്ങനെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ അവർ പറഞ്ഞത് വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇത് മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിലും അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീണ്ടും എൻ്റെ 4000 മണിക്കൂറും കംപ്ലീറ്റ് ആയപ്പോഴത്തേനും എനിക്ക് വീണ്ടും അടുത്തത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കുറച്ച് ഇങ്ങനെ പരസ്യത്തിൻ്റെ ഇതൊക്കെ ആഡ്സ് ഒക്കെ ഓൺ ആക്കാനായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പം പലരുടെയും സംശയമായിരിക്കും, ഇപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും. എനിക്ക് അങ്ങനെ വേറൊരു പ്രശ്നങ്ങളും വന്നില്ല കേട്ടോ. അപ്പം അതുപോലെ എനിക്ക് രണ്ടാമതായിട്ട് പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ യൂട്യൂബിന് വേണ്ടി യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എഴുതാനും ഞാൻ എന്ത് ടോപ്പിക്കുകൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാനൊരു ബുക്ക് എപ്പോഴും ഒരു യൂട്യൂബിന് വേണ്ടി എൻ്റെ കൂടെ എപ്പോഴും ഞാൻ എവിടെ പോയാലും ആ ബുക്ക് എൻ്റെ ബാഗിൽ കരുതാറുണ്ട്. ചിലപ്പോൾ നടക്കുന്ന വഴിയിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അന്ന് ഇന്ന ഇത് ചെയ്യാം, വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ എഴുതി വെക്കും. കാരണം എപ്പോഴും അത്രയും മെമ്മറി ഒന്നും എനിക്കില്ല എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സോർട്ട് ചെയ്ത് വെക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങളാണെങ്കിൽ പോലും കറക്റ്റായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വന്ന് വിളിച്ചു പറയാതെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉപകാരപ്പെടണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സമയമെടുത്ത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാറ് കേട്ടോ. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആ ബുക്ക് എൻ്റെ കൈക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തുടക്കത്തിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്
ഷോർട്സ് ഒരുപാട് ചെയ്യണം എന്നാൽ മാത്രം സബ്സ്ക്രൈബേഴ്സ് വരുന്നതെന്ന്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് തെറ്റായിരുന്നു. ഞാൻ അധികം ഷോർട്സ് വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ഇങ്ങനെ മോണിറ്റൈസ് ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. സത്യത്തിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഇങ്ങനെ ഈ ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു, പിന്നെ നമ്മുടെ വീട്ടിലെ തിരക്കുകൾ, അങ്ങനെ എല്ലാം നമുക്ക് ഇവിടുത്തെ ജോലികളും കാര്യങ്ങളും തന്നെ സത്യം പറയുവാണെങ്കിൽ ഒരു സ്ട്രെസ്സാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു സ്ട്രെസ് ഫ്രീ ആകാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ സത്യത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പം എനിക്കിങ്ങനെ മോണിറ്റൈസേഷൻ ഇത്രയും പെട്ടെന്ന് ആകുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം അതുകൊണ്ട് ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വരികയും എൻ്റെ മണിക്കൂറുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മണിക്കൂറൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചപ്പോഴത്തേക്കും, കാരണം എനിക്ക് വലിയ കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫുൾ വീഡിയോസാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിവിടെ ജർമ്മനി വന്ന സമയത്താണെങ്കിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ജർമ്മനിയിൽ തിരിച്ച് പോകണമെന്ന് വിചാരിച്ച ഒരാളാണ്. കാരണം കുറേ കാര്യങ്ങൾ അന്ന് ഞാൻ വന്ന സമയത്തൊന്നും ഇതുപോലെ യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനൊക്കെയുള്ള വഴികൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു വെക്കണം. ചിലപ്പോൾ നമ്മളോട് അവർ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് ഇത്രയും നമുക്ക് ആളുകളോട് വിളിച്ചു ചോദിക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പം ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ വഴി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങളിപ്പം പുതിയതായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ, ഞാനിപ്പം എൻ്റെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്നെ മോണിറ്റൈസ് ആകണം എന്നൊരു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചാനൽ എൻ്റെ അങ്ങനെ ഇടണമെന്ന്. എന്ന് വെച്ചാൽ ഇങ്ങനെ ആകുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഒരുപാട് പേര് എന്നെ ഇപ്പോൾ ജോലി ഇല്ലാത്തവര് അങ്ങനെയൊക്കെയുള്ള ആളുകൾ കാണുമല്ലോ, ഇങ്ങനെ യൂട്യൂബിനെ പ്രതീക്ഷിച്ച് ഒരുപാട് പ്രതീക്ഷ അതിൽ ഏൺ ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി ആഗ്രഹത്തോടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവര് എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഒരേ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടാതെ പലതരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇടുവാണെങ്കിൽ എല്ലാ തരം ആളുകളിലേക്കും എത്തും. അപ്പം ഞാനിടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നത്. അപ്പം കുറച്ചൊരു ഗ്രൂപ്പ് ആളുകളിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ജർമ്മനിയിലോട്ട് വരാൻ നിൽക്കുന്ന നേഴ്സുമാർ അല്ലെങ്കിൽ അത്യാവശ്യപ്പെട്ട ആളുകളിലേക്ക് മാത്രം സത്യത്തിൽ എൻ്റെ വീഡിയോ എത്തുന്നുള്ളൂ കേട്ടോ. അപ്പം അതുപോലെ ആകരുത്. ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നത് പല ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ അറിയാൻ പറ്റത്തില്ലല്ലോ ഏത് വീഡിയോയാണ് നമ്മുടെ റീച്ച് ആകുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം എനിക്ക് വലിയ കാര്യമായിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അത്ര അറിയത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് അറിയാവുന്നത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന രീതിയിലൊക്കെ എഡിറ്റിങ്ങും അതുപോലെ തമ്മിലിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ വീഡിയോസ് റീച്ച് കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് വീഡിയോയുടെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതുവാനും അതുപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഒക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇന്ന മിനിറ്റ് ഇത്ര ഇപ്പോൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ നമ്മൾ ഇന്ന ടോപ്പിക്കാണ് സംസാരിക്കുന്നത്, 2 മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെ ഇന്ന ടോപ്പിക്കാണ്. അങ്ങനെയുള്ള ചാപ്റ്റർ വൈസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമാണ്. ഇപ്പം ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കുന്നവർക്ക് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ആ വീഡിയോ ആ ഭാഗം മാത്രമൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം, നമുക്ക് എന്തെല്ലാം ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബെസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എന്നാ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അത് മാത്രമല്ല എനിക്കാണെങ്കിലുണ്ടല്ലോ, എനിക്കിപ്പം ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ജർമ്മനി വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കാബിൾസ് മെഡിക്കൽ വേർഡ്സ് അറിയത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് നല്ല എന്നാ പറയണേ ജർമ്മനിയിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ഒരുപാട് നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി, ഒത്തിരി ആളുകളെ പരിചയപ്പെടാൻ പറ്റി. ഞാൻ കാരണം ഒരാൾക്കെങ്കിലും എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്തത്, എന്നാൽ പോലും ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കുന്നവർ അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നവർ അവരെന്ത് കാര്യത്തിന് വിളിച്ചാണെങ്കിലും, ഞാനിപ്പോൾ ജോലിക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ പോലും എനിക്ക്
തിരക്കുള്ള സമയത്താണെങ്കിൽ പോലും ഞാൻ അവരോട് ഫോൺ വിളിക്കുന്നവരോട് എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ എടുക്കുകയും സംസാരിക്കുകയും അതുപോലെ തന്നെ എന്നാ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഈ യൂട്യൂബ് കൊണ്ട് ചെയ്യാൻ സാധിച്ചു. ചിലപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷെ അങ്ങനെയല്ല, ഇപ്പം ഞാൻ കാരണം നമുക്കൊരു വാക്കുകൊണ്ടാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരാളെ സഹായിക്കാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾ തുടങ്ങുന്ന ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ പോലും എന്തെങ്കിലും വീഡിയോസ് ഇടാതെ മറ്റുള്ളവരിലേക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ ഹാഷ്ടാഗുകൾ ഇടുക, അതായത് നമ്മളിടുന്ന വീഡിയോ അത് ഇപ്പൊ നമുക്ക് പിന്നെ ചിലർ വിചാരിക്കും, അയ്യോ എനിക്ക് നല്ലൊരു ഫോണില്ലല്ലോ, അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ ഉണ്ടെങ്കിൽ ഐഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ പിടിച്ചിടാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് ഫോണാണോ, ക്യാമറയുള്ള ഒരു ഫോണാണോ അത് മതി. ആദ്യം നമ്മൾ തുടക്കത്തിലേ അങ്ങനെ വീഡിയോ ഇടുക. അപ്പൊ നമുക്ക് വീഡിയോ ഇടുമ്പോൾ ഇപ്പൊ മോണിറ്റൈസ് ആകുന്നത് വരെ ഇപ്പൊ എനിക്ക് പൈസയും കാര്യങ്ങളും ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അതിന്റെ ബാക്കി കാര്യങ്ങളും ഒന്നും എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. മോണിറ്റൈസ് ആയി അതുവരെ നിൽക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളിപ്പം പുതിയതായിട്ട് തുടങ്ങുമ്പോഴത്തേനും എന്നാ പറയണേ, വില കൂടിയ ഒരു ഐഫോൺ ഒക്കെ മേടിച്ചു തുടങ്ങി. ഇനി നമ്മുടെ ചാനൽ റീച്ച് ആയിട്ടില്ല, അപ്പൊ നമ്മൾ പൈസ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചൊക്കെ തുടങ്ങുന്നവരോടാണ് കേട്ടോ ഞാൻ പറയണേ. ചിലപ്പം അങ്ങനെ റീച്ച് ആവണമെന്നില്ല. ചിലവർ ഒത്തിരി അതൊരു ഈസി ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്ര ഈസി. ഇപ്പൊ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കറിയാം, നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണമെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണമെങ്കിൽ അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സബ്സ്ക്രൈബ് ആളുകൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ നമ്മൾ വില കൂടിയ ഫോണും അതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ പൈസ കളയുന്നതിനേക്കാൾ പകരം നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ ഫോണും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ പൈസ ഉള്ളവരാണെങ്കിൽ നമുക്ക് ട്രൈപോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുക. അല്ലാതെ ഒരുപാട് കാശ് കൊടുത്ത് സാധനങ്ങൾ മേടിച്ച് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയല്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ വിചാരിക്കുന്നു ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പറഞ്ഞു എന്ന് വിട്ടുപോകാതെ പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ 2025 യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തുടങ്ങുക. കാരണം നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും കുറച്ച് കുറച്ച് പാടായിട്ട് വരും. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഭയങ്കരം എന്താ പറയണേ, നമ്മുടെ തീവ്രമായ ആഗ്രഹമാണെങ്കിൽ നമുക്ക് എന്ത് സാധിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീവ്രമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്ത് തന്നെയാണ്, ഇപ്പൊ യൂട്യൂബ് ആകണമെന്നില്ലല്ലോ, നമുക്ക് പല പല ആഗ്രഹങ്ങൾ കാണും. ആ എല്ലാ ആഗ്രഹങ്ങളും, തീവ്രമായ എല്ലാ ആഗ്രഹങ്ങളും ഈ 2025 നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.